കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയോടെ അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വേദഭാഗം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പൗലോസിൻ്റെ പ്രാർത്ഥനകളുടെ ചില പ്രത്യേകതകളാണ്. നമ്മൾ വായിച്ച വേദഭാഗത്ത് നിൽക്കാനല്ല ആഗ്രഹിക്കുന്നത്. പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകൾ, അതിനെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഫിലിപ്പിയ പട്ടണത്തിനകത്ത് പൗലോസ് കടന്നു വരുവാൻ ഇടവന്നു. പ്രാർത്ഥനാ സ്ഥലത്ത് ആമേൻ ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി, അവളിലുണ്ടായിരുന്ന ദുർഭൂതത്തെ ശാസിച്ച് അവൾക്കൊരു സൗഖ്യമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ അവളുടെ യജമാനന്മാർക്ക് ഇവൾ നിമിത്തം വളരെ ലാഭമുണ്ടായിരുന്നു, വളരെ അവർ പണം സമ്പാദിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് അവർക്ക് നഷ്ടപ്പെട്ടത് നിമിത്തമായിട്ട് പൗലോസിന് എതിരെ കുറ്റം ആരോപിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, പൗലോസിനെ ആമേ വടികൊണ്ട്, പൗലോസിനെ ശീലാസിനെയും ആമേ വടികൊണ്ട് അടിപ്പിച്ചിട്ട് ആമേ കാരാഗൃഹത്തിൽ അകത്തെ അറയിൽ അവരെ ഇട്ട്, കാല് ഒരു ആമത്തിലിട്ട്, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ ഒരു കഷ്ടതയുടെ ആമേ സാഹചര്യത്തിൽ പൗലോസ് ആയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കുകയാ. കർത്താവ് കൊടുത്ത അധികാരത്തിൽ, അഭിഷേകത്തിൽ ദുർഭൂതങ്ങൾ വിട്ടുമാറി ദൈവത്തിൻ്റെ വിടുതലുകൾ ആമേൻ ഒരു സഹോദരിക്ക് ഉണ്ടാകുകയാണ്. അവൾ നിമിത്തമായിട്ട് സമ്പത്തുണ്ടാക്കുന്ന ചിലര് ആമേ പ്രൈസ് ദി ലോർഡ് ആമേ പൗലോസിനെയും ശീലാസിനെയും ഒക്കെ പിടിച്ച് കാരാഗൃഹത്തിനകത്ത് ഇട്ട്, പ്രൈസ് ദി ലോർഡ്, അവർക്ക് ആമേൻ വടികൊണ്ട് അടിച്ച് അവരുടെ ശരീരം മുഴുവൻ മുറിപ്പെടുത്തി കാലാമത്തിലിട്ട് ആമേൻ അകത്തെ തടവിൽ ആക്കി വച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു കഷ്ടതയുടെ നടുവിൽ പൗലോസിൻ്റെ ശീലാസിൻ്റെ ആമേൻ ഹല്ലേലൂയ റെസ്പോൺസ് എന്താണെന്ന് വചനം നമ്മൾ വായിച്ചെടുത്ത് കാണുവാൻ കഴിയുന്നു. അവരെന്ത് ചെയ്യുകയാണ്? അവര് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശനിയാഴ്ച ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചപ്പോൾ ആമേ തെസ്സലോനിക്ക സഭ ആമേ പ്രൈസ് ദി ലോർഡ് ആത്മാവിൻ്റെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, അവർ ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീർന്നു എന്ന് ആമേ കാണുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെ നടുവിൽ അവരുടെ റെസ്പോൺസ് എന്തായിരുന്നെന്ന് ചോദിച്ചാൽ അവർ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ വേണ്ടി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കഷ്ടതയുടെ നടുവിൽ ആമേ പൗലോസ് എന്താ ചെയ്യുന്നത്? ആമേ പൗലോസ് ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശീലാസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വചനത്തിന് വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ആമേ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, പല വിധത്തിലുള്ള പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ അതിനോടുള്ള നമ്മുടെ മനോഭാവവും പ്രതികരണവും, പ്രൈസ് ദി ലോർഡ്, നമ്മൾ യഥാർത്ഥ ആത്മീയ മക്കളാണെന്നുള്ളത് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായോ? ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ പിറുപിറുക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ലോക മനുഷ്യരെ നോക്കണം. അവരും പിറുപിറുക്കും. പ്രൈസ് ദി ലോർഡ്. അവരും ആശങ്കപ്പെടും, അവരും നിരാശയുടെ വാക്ക് പറയും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വ്യത്യാസം ഉണ്ടാകണം. നമുക്കൊരു വ്യത്യാസം. എന്താണ് ആ വ്യത്യാസം? നമ്മൾ കഷ്ടതയുടെ നടുവിൽ നമ്മൾ ഇടുങ്ങിപ്പോകുന്നവരല്ല, പിറുപിറുക്കുന്നവരല്ല, മറിച്ച് നമ്മൾ കഷ്ടതയുടെ നടുവിൽ കർത്താവിനെ അനുഗമിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ കഷ്ടതയുടെ നടുവിൽ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരണമെന്ന്
തിരുവചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. ആമേൻ. പൗലോസും ശീലാസും അവരുടെ സാഹചര്യങ്ങളൊക്കെ അവർക്കെതിരാണ്. പ്രൈസലോ. അവരുടെ ശരീരം അവരെ അനുവദിക്കുന്നില്ല ആരാധിക്കാൻ. പ്രൈസലോ. എന്നാൽ അവരുടെ അകത്തളങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ, ഹല്ലേലൂയ, ആമേൻ, ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചിട്ട് അവരുടെ അധരങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉയരുക. എവിടെയാണ്? കാരാഗ്രഹത്തിന് നടുവിൽ, ഫിലിപ്പിയ കാരാഗ്രഹത്തിന് നടുവിൽ പ്രാർത്ഥന ഉയരുകയാ. പ്രൈസലോ. ആമേൻ. പ്രാർത്ഥന ഉയരുമ്പോൾ ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ ഇടപെടലുകൾ സംഭവിക്കുകയാ. പ്രൈസലോ. ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, ദൈവസന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമല്ലായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലായിരിക്കാം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് നിരാശപ്പെട്ടിരിക്കുകയല്ല, പെറുപെറുത്തുകൊണ്ടിരിക്കുകയല്ല. ആമേൻ. പ്രൈസ്. ദൈവം എന്നെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ആമേൻ. നിങ്ങൾ ഹൃദയത്തിനകത്ത് വിശ്വാസത്തോടെ അധരങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉയരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ പ്രാർത്ഥനയുടെ, ആമേൻ, പ്രൈസ്, അനുഭവം സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നൊരു കരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടവരും. പ്രൈസലോ. അവിടെ നിന്നൊരു കരം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ഇടവരും. പ്രൈസലോ. ആമേൻ. ആ ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ സംഭവിക്കുന്നത് എന്താ? ആമേൻ. പ്രൈസലോ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി മാറും. പ്രൈസലോ. ആമേൻ. ചങ്ങലകൾ അടിഞ്ഞു മാറും, വാതിലുകൾ തുറക്കും. പ്രൈസലോ. ആമേൻ. ദൈവത്തിന്റെ ജനം ഒരു വിടുതലിനെ കാണുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാല ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. ആമേൻ. പൗലോസിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? പ്രൈസലോ. ആമേൻ. കാരാഗ്രഹത്തിലിട്ടവര് അധികാരമുള്ളവരാ, ശക്തിയുള്ളവരാ, വിധി പറയാൻ അവർക്ക് കഴിവുണ്ട്. പ്രൈസലോ. എന്നാൽ ആമേൻ, അവര് പറയുന്ന വിധിക്കപ്പുറത്ത് ദൈവത്തിന്റെ ശക്തിയാൽ തങ്ങളെ വിടുവിക്കുവാൻ ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ നടുവിൽ നിന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാ. പ്രൈസലോ. ആമേൻ. ഇന്നലെകളിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് ഈ കഷ്ടത വന്നല്ലോ എന്ന് എനിക്ക് പറയാൻ അനുവാദമില്ല. മറിച്ച് ആമേൻ, എൻ്റെ ആമേൻ കഷ്ടതയുടെ നടുവിലെ മനോഭാവം ക്രിസ്തുവിൻ്റെ മനോഭാവമാണെങ്കിൽ ഇത് ദൈവഹിതപ്രകാരം സംഭവിച്ചതാണ്. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരം സംഭവിച്ചതാണെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. പ്രൈസലോ. ദൈവഹിതപ്രകാരം സംഭവിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രൈസലോ. എത്ര പേർക്ക് ഞാൻ പറയുന്ന വചനത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നു? നമുക്ക് ചോദിക്കുവാൻ അനുവാദമില്ല. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടത? പ്രൈസലോ. ആമേൻ. ലോക മനുഷ്യന്റെ മനോഭാവമാണെങ്കിൽ നമ്മൾ ചോദിച്ചു പോകും, നമ്മൾ പിറുപിറുത്തു പോകും, നമ്മൾ മത്സരിച്ചെന്ന് വരും. എന്നാൽ ആമേൻ, ഒരു ദൈവ പൈതലിന്റെ മനോഭാവം ക്രിസ്തുവിന്റെ മനോഭാവമാ. പ്രൈസലോ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് വിശ്വസിക്കാൻ കഴിയുമോ? ആമേൻ. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, ജീവിതത്തിന്റെ വഴികളെ നിയന്ത്രിക്കുന്ന, സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആമേൻ സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നുവെങ്കിൽ ആ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ആ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. ആ ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു പദ്ധതിയും ഉദ്ദേശവും ഉണ്ട്. അത് തിരിച്ചറിയുന്നവർ മാത്രം അധരങ്ങൾ തുറന്ന് എൻ്റെ ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ, എൻ്റെ ദൈവത്തിനൊരു ആരാധന അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ നടുവിലും ശരീരം മുറിപ്പെട്ട് കിടക്കുമ്പോഴും നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതിരിക്കുമ്പോഴും ചെയ്തിട്ടില്ലാത്ത കുറ്റം ആരോപിക്കപ്പെടുമ്പോഴും ആമേൻ അകത്തളങ്ങളിൽ നിരാശപ്പെട്ടിരിക്കുകയല്ല, സാധ്യതകൾ ഉപയോഗിക്കുകയാ. പ്രൈസല്ലോ. ദൈവമക്കളെ, നമുക്കൊരു വലിയ സാധ്യതയുണ്ട്. പ്രൈസല്ലോ. എന്താണെന്നറിയാമോ? ദൈവസന്നിധിയിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, നമുക്കൊരു വലിയ സാധ്യതയുണ്ട്. നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ദൈവസന്നിധി പൊടിഞ്ഞു വീണാൽ, പ്രൈസലോ, ആ കണ്ണുനീരിനെ തുരുത്തിയിൽ എടുത്തിട്ട് ആമേൻ അതിന് മറുപടി തരുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ സേവിക്കുന്നത്. പ്രൈസലോ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസലോ. ആമേൻ.
ദൈവത്തിൽ ആശ്രയിക്ക്, ദൈവത്തിന്റെ സന്നിധിയിൽ അധരങ്ങൾ തുറന്ന് സംസാരിക്ക്, ദൈവത്തോട് അപേക്ഷിക്ക്, ദൈവസന്നിധി താഴെ സമർപ്പിക്ക്. നിശ്ചയമായിട്ടും ഒരു വിടുതലുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൗലോസ് എന്ത് ചെയ്യുകയാണ്? സാഹചര്യത്തെ ഒന്നും നോക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ലോകം എന്തു പറയുന്നെന്നോ ലോകം എന്തു വിധിക്കുന്നെന്നോ നോക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. താൻ ആകെ നോക്കുന്നത് ആരെയാണ്? ആർക്കു വേണ്ടി ഇറങ്ങി തിരിച്ചത്? ആരിലേക്കാണ് നോക്കേണ്ടത്? സർവശക്തനായ ദൈവത്തിങ്കിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അവിടെ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. ആമേൻ. ആ പ്രാർത്ഥന ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ അനുഭവത്തിലേക്ക് മാറുകയാ. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവം പ്രവർത്തിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിന്റെ ആമേൻ ഏതൊക്കെ സാഹചര്യത്തിലും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവമക്കളെ നമ്മുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ അതൊരു വലിയ ആരാധനയായിട്ട് ദൈവം സ്വീകരിക്കുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നന്ദിയുള്ള ഹൃദയത്തോടെ ആരാധനയോടെ ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ സ്വർഗം ഇവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ഇടപെടലുകൾ ഇതിന്റെ നടുവിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റീബാന ശഗവനഗദനഗ ജാരസിയാദന ആമാരഗദനഗ ജീവൻധാരവ ശൗഡവനഗദനജാര അന്തുനാരവദനഗവാരവത്തിയാരഗ ജാതികാരഗ ശംധനരാജസിയാദന. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പൗലോസും ശീലാസും ദൈവത്തിന്റെ സന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ദൈവവചനത്തിൽ കാണാം. വളരെ വേഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 20:36 വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 20:36 വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എല്ലാവരും എന്ത് ചെയ്തു? വളരെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പൗലോസ് യെരൂശലേമിലേക്ക് യാത്ര പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ യാത്ര പോകുന്ന സമയത്ത് അവരോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. 2, നിങ്ങൾക്ക് തന്ന സഭയെ സൂക്ഷിക്കണം. സ്തോത്രം. ആമേൻ. ചെന്നായ്ക്കൾ നുഴഞ്ഞു കയറുവാൻ സാധ്യതയുണ്ട്. ദുരുപദേശക്കാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുമാത്രമല്ല, ആത്മാവിൽ ആമേൻ നിങ്ങൾക്ക് ഒരു വർധനവുണ്ടാകുവാൻ നിങ്ങൾ ദൈവത്തിങ്കലേക്ക്, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് അടുത്തു വരണം എന്ന് അവരോട് ബുദ്ധി പറഞ്ഞിട്ട്, ഹല്ലേലൂയ, പൗലോസ് അടുത്തതായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആമേൻ. അവരുടെ നടുവിൽ മുട്ടുകുത്തി. ഹല്ലേലൂയ. അവരൊരുമിച്ച് എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയെ ഒഴുകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഹൃദയങ്ങൾ ഏകാഗ്രമാകുകയാ. അവര് ദൈവത്തിന്റെ മഹത്വം കൊടുക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ചില വാണിങ്സ് കൊടുക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. എങ്ങനെ ആത്മീയ വർധന ഉണ്ടാക്കാം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം പറഞ്ഞിട്ട് ആ പ്രസംഗം നിർത്തി പോകുകയല്ല ചെയ്തത്. ആമേ. പൗലോസ് ചെയ്യുന്നൊരു കാര്യം, ദൈവസന്നിധി മുട്ടുമടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്കി ഈ ജനത്തെ, എഫെസോസിലെ ജനത്തെ എന്ത് ചെയ്യുക? ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാകുന്നു? ദൈവമക്കളെ, നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാളെയെ ആമേ പ്രാർത്ഥനയോടെ നിയന്ത്രിക്കുവാൻ ദൈവമക്കൾക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം
ആശയം എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ ജനം ദൈവസന്നിധി മുട്ടുമടക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ജനം ആത്മാർത്ഥമായി ദൈവസഭയെ ഓർത്ത് കരയുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കണ്ണുനീരുകൾ വിശ്വസ്ത ഹൃദയത്തിനകത്തു നിന്ന് ഒഴുകുന്നുവെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ ദൈവജനത്തെ സംരക്ഷിക്കുക, ദൈവസഭയെ സംരക്ഷിക്കുക. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ നടുവിൽ ഇറങ്ങി വരുമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്കകത്തൊരു കാര്യമുണ്ട്, ദൈവസന്നിധി മുട്ടുമടക്കുക. പ്രൈസ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മുട്ടുമടക്കണം. നമ്മൾ മനുഷ്യൻ്റെ മുമ്പിലല്ലല്ലോ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണല്ലോ. ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്കുമ്പോൾ നമ്മുടെ ഹൃദയം താഴും. പ്രൈസ് ദി ലോർഡ്. ഹൃദയം താഴുമ്പോൾ അറിയാതെ കണ്ണീര് പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സഭയോടുള്ള ആത്മാവിലുള്ള ദൂത പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദൈവത്തിൻ്റെ സഭ മുട്ടുമടക്കിയാൽ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ശത്രു ഇതിനകത്ത് കയറാതെ, ഹല്ലേലൂയ, ദൈവം സംരക്ഷിക്കുവാൻ മതിയായവനെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ, ഹല്ലേലൂയ, അധികാരത്തോടെ കൽപ്പിക്കുകയാ. ദുഷ്ടമണ്ഡലങ്ങള്, അന്ധകാര ശക്തികള്, ആമേൻ, ദൈവജനത്തിനെതിരെ പോരാടുന്ന മണ്ഡലങ്ങള്, ദൈവസഭയ്ക്കെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങള്, അധികാരമുള്ള യേശു കർത്താവിന്റെ നാമത്തിങ്കല്, ആമേൻ, ദേശം വിട്ട് പുറത്തു പോകുവാൻ കൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. റീബാന ശകബനഗദരജാര അംദുന റബദനഗബ ശംദനരാജസിയാദര റിഗബനബലബ ശൗഡബനഗദനഗ ജീവക്കാരഗദരജാരസിയാദര. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം ഈ വചനം ധ്യാനിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിട്ട് സൂക്ഷിക്കേണ്ടത് എന്നെ തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം. ആമേൻ. എൻ്റെ എൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തിയിട്ട്, പ്രൈസ് ദി ലോർഡ്, എനിക്കാരെയും രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്നിട്ട് ദൈവസഭയെ സൂക്ഷിക്കണം. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം ആത്മാവ് ഹൃദ്യമായിട്ട് നമ്മളോട് വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തിട്ട്, ആമേൻ, നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, ആമേൻ, ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്തത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഞാനതിന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ തങ്കച്ചോരിയ കഴുക പ്രാപിച്ചതിന് ശേഷം കർത്താവിൻ്റെ മേശയിലേക്ക് അടുത്തു വരണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിത്യത നഷ്ടപ്പെടുന്ന തടസ്സമായിട്ട് എന്തെങ്കിലും എന്നോട് വാദിച്ചു നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതിന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവൻ അതിനെ പുറത്തു കളയുവാൻ ഇടവരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപദേശം കൊടുക്കുക മാത്രമല്ല വേണ്ടത്, പ്രാർത്ഥിക്കുകയും കൂടെ വേണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ഉപദേശിക്കുക മാത്രമല്ല ദൈവമക്കളെ വേണ്ടത്, പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥനയിലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. സ്തോത്രം. പ്രാർത്ഥനയിലാണ് ചുവടുകൾ വെക്കേണ്ടത്. സ്തോത്രം. ആമേ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ആമേ കണ്ണുനീരൊഴുക്കിയാണ്, ഹല്ലേലൂയ, ആമേൻ, ദൈവിക കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി സമർപ്പിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ നടുവിൽ നിന്ന് മാതാപിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകട്ടെ. നിങ്ങളുടെ ആമേ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥന ഉയരട്ടെ. സ്തോത്രം. ദേശത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. കുടുംബങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. സഭകളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ദൗത്യം ദൈവം പകർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 21-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വേദഭാഗങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യെസ്. ആമേൻ. സ്തോത്രം. പൗലോസ് യാത്ര ചെയ്ത്
സോരിലെത്തുകയാണ്. സോര്, പ്രൈസല്ലോ, പല പേരുകൾ അവിടെ ഉണ്ട്. അതിൻ്റെ മുകളിൽ അവൻ അവസാന യാത്രയിൽ സോര് എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയാണ്. സ്തോത്രം. അവിടെ എത്തിയതിന് ശേഷം അവിടെയുള്ള ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു വരുത്തുകയാണ്. പ്രൈസല്ലോ. 7 നാള് അവിടെ പാർക്കുന്നതായിട്ട് നമുക്ക് 21-ന്റെ 1 തൊട്ട് വായിക്കുമ്പോൾ കാണാൻ പറ്റും. പ്രൈസല്ലോ. അങ്ങനെ അവരോട് കൂടെ 7 നാൾ പാർത്തതിന് ശേഷം അവർ പൗലോസിനോട് യെരുശലേമിൽ പോകരുതെന്ന് ആത്മാവിൽ എന്ത് ചെയ്തു? പറഞ്ഞു. പ്രൈസല്ലോ. എവിടെ പോകരുത്? യെരുശലേമിൽ പോകരുത്. പ്രൈസല്ലോ. എങ്ങനെയാ പറഞ്ഞത്? ആത്മാവിൽ പറഞ്ഞു. സ്തോത്രം. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോട് കൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് വാങ്ങിപ്പോയി. പ്രൈസലോ. നോക്കുക ദൈവമക്കളെ, 7 നാള് ആ സോരിൽ അവർ പാർത്തു, ശിഷ്യന്മാരോട് കൂടെ പാർത്തു. എന്നാൽ അവർ പറഞ്ഞു യെരുശലേമിലേക്ക് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താണ്? യെരുശലേമിൽ ഒരു പ്രതിസന്ധി ഉണ്ട്. ഹല്ലേലൂയ. അവർ ആത്മാവിലാണത് പറഞ്ഞത്. യെരുശലേമിൽ പ്രതിസന്ധി ഉണ്ട്, ശരിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പൗലോസിനോട് ദൈവം സംസാരിച്ച ഒരു വചനമുണ്ട്. റോമിൽ ദൈവം നിന്നെ ഉപയോഗിച്ചുവെങ്കിൽ യെരുശലേമിൽ നിന്നെ എന്ത് ചെയ്യും? ഉപയോഗിക്കും. പ്രൈസ്. അത് ദൈവത്തിൻ്റെ ആലോചനയാണ്. പ്രൈസല്ലോ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൻ്റെ ഹിതമാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അവർക്കറിയാം. പ്രൈസല്ലോ. യെരുശലേമിൽ എന്തുണ്ട്? കഷ്ടതയുണ്ട്. സ്തോത്രം. എന്നാൽ അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ കടൽക്കരയിൽ എന്ത് ചെയ്യുകയാണ്? ആ പൂഴി മണ്ണില് ആ ജനം മുഴുവൻ മുട്ടുകുത്തിയിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഒരുമിച്ച് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുകയാണ്. പ്രൈസല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് പോകേണ്ട വഴിക്ക് പോയി. ഇവര് തിരിച്ചെവിടെ വന്നു? ഇവരുടെ ഭവനത്തിൽ വന്നു. പ്രൈസലോ. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. പ്രൈസലോ. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു പക്ഷേ ദൈവഹിതമല്ലാത്ത ആഗ്രഹങ്ങൾ പുറത്തേക്ക് വരാം. പ്രൈസലോ. എന്നാൽ ദൈവഹിതമല്ലാത്ത ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും അതിനെ ദൈവഹിതത്തിലേക്ക് പിടിച്ചു കെട്ടുവാൻ പ്രാർത്ഥന എന്ന മാധ്യമത്തിന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, മുമ്പേ വായിച്ച വാക്യത്തിനകത്ത് പൗലോസ് മുട്ടുകുത്തി, ഹല്ലേലൂയ, അവൻ ഒരുമിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഇവിടെ അവൻ ജനം മുട്ടുകുത്തി, പൗലോസ് ഒരുമിച്ച് ചേർന്ന് അവരെന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുകയാ. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ദൈവഹിതത്തിലേക്ക് ചില വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് സന്തോഷത്തോടെ അവർ മടങ്ങി വരികയാ. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായിട്ട് നമ്മളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, അവൻ നിങ്ങളുടെ ഹൃദയത്തെ അസഹ്യപ്പെടുത്തുന്ന ഏതൊരു ചിന്തയാണെങ്കിലും വിചാരങ്ങളാണെങ്കിലും അത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള അവൻ അല്ലെങ്കിൽ മറുപടികൾ അതിൻ്റെ നടുവിൽ വെളിപ്പെടുവാൻ ഇടവരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം എൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, എൻ്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യെരുശലേമിൽ കഷ്ടതയുണ്ടെന്നുള്ളത് ദൈവഹിത ആത്മാവ് പറഞ്ഞു. സ്തോത്രം. പക്ഷെ യെരുശലേമിൽ പോകണം എന്നുള്ളത് പൗലോസിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ വചനം വളരെ വ്യക്തമായി പറയുകയാ, ആമേ, കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, എന്നാൽ ദൈവം നമ്മളോട് അരുളി ചെയ്തത് നമുക്ക് നിവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. പ്രൈസലോ. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഏൽപ്പിച്ചു കൊടുത്ത്, ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കണം, ആമേ, മുട്ടുമടക്കാൻ ഒരു ഹോളല്ല. പ്രൈസലോ. മുട്ടുമടക്കുന്നത് പൂഴി മണ്ണിനകത്ത് നിന്നുകൊണ്ട്. പ്രൈസലോ. അവിടെ മുട്ടുമടക്കിക്കൊണ്ട്, ഹല്ലേലൂയ, അവര് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അവരുടെ ഹൃദയത്തിനകത്ത് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ദൈവം അവരെ ഉപയോഗിക്കുകയാ. പ്രൈസലോ. ആമേൻ. ദൈവമക്കളെ, നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, യെരുശലേമിൽ കഷ്ടതയുണ്ടോ? മുട്ട് ദൈവസന്നിധി മടക്കുക. പ്രൈസലോ. നാളെയെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുണ്ടോ? ദൈവസന്നിധി മുട്ട്
മുട്ടുമടക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില പ്രതിസന്ധികൾ നമുക്ക് നേരെ കടന്നു വരുന്നുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുവോ, മുട്ട് ദൈവസന്നിധി മടക്കുക. എവിടെ നമ്മൾ ഹംബിൾ ആകുന്നുവോ, എവിടെ ദൈവത്തിന്റെ സന്നിധി നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവോ, എവിടെ കരയുവാൻ തയ്യാറാകുന്നുവോ, അവിടെ ദൈവത്തിന്റെ കരം നമ്മളെ ശക്തീകരിക്കും. ആമേൻ. ദൈവത്തിന്റെ കരം നമ്മളെ ബലപ്പെടുത്തും. ദൈവത്തിന്റെ വിടുതലുകൾ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്തു തരുവാൻ ഇടവരുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തലമുറകളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ദൈവസന്നിധി മുട്ടുമടക്കണം, ദൈവസന്നിധി കണ്ണുനീരൊഴുക്കണം, ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ആമേൻ. എവിടെ അസാധ്യതയുണ്ടോ അവിടെ നിങ്ങളെ ദൈവം ശക്തീകരിക്കും. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം പകരും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ, ആ കരം നിങ്ങളെ ശക്തീകരിക്കുമ്പോൾ, മറ്റെല്ലാവരെക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രാപിക്കുവാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ആമേൻ നിങ്ങൾ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി തീരട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥന, ഹല്ലേലൂയ, അത് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ ഹല്ലേലൂയ ഒരു ആവശ്യം വരുന്നു അവിടെ തന്നെ പ്രാർത്ഥനയുടെ പോസ്റ്ററിലേക്ക് നമ്മുടെ ജീവിതം ഒന്ന് കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന് സാരം മനസ്സിലായോ? അടുത്ത ഞായറാഴ്ച സഭാഹോളി വന്നിട്ട് ഞാൻ മുട്ടുമടക്കാം എന്നല്ല. എൻ്റെ ജീവിതം ഏത് സാഹചര്യത്തിൽ, ഏത് വഴിയിൽ എപ്രകാരമായി തീർന്നാലും ആ സാഹചര്യത്തിന് നടുവിൽ ഞാൻ മുട്ടുമടക്കിയാൽ, ഞാൻ കണ്ണുനീരോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് എന്നെ ശക്തീകരിക്കും, ബലപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഈ ജനം പറയുകയാണ്, പൗലോസ് യെരൂശലേമിലേക്ക് പോകരുത്, അവിടെ കഷ്ടതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ പൗലോസ് അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. കാരണം പൗലോസ് ഒരു ലക്ഷ്യത്തോടെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസിനോട് വ്യക്തിപരമായി ഇടപെടുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ആമേൻ. ദമസ്കോസിന്റെ പടിവാതിക്കൽ തൊട്ട് ദർശനം കൊടുത്ത് പൗലോസിനെ മുന്നോട്ട് ദൈവം കൊണ്ടുപോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൗലോസിന് ഈ ലോകത്തിന്റെ ശബ്ദങ്ങളൊന്നും തൻ്റെ ഹൃദയത്തിലേക്ക് താൻ എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസിനൊരു ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. എന്താണ് ലക്ഷ്യം എന്നറിയാമോ? ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഹല്ലേലൂയ ഈ കർത്താവിനെ ഒന്ന് തൊടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി സകലതും ചപ്പെന്നും ചവറെന്നും ആമേൻ ഹല്ലേലൂയ ആമേൻ വെച്ചിട്ട് ആമേൻ പുറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് പൗലോസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ് ലോകം പറയുന്ന എല്ലാ വാക്കുകളെയും പൗലോസിന് സ്വീകരിക്കുവാൻ കഴിയത്തില്ല. കാരണം എന്താണ്? പൗലോസിനോട് ഹൃദ്യമായി ഇടപെടുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ ലോകം പറയുന്ന ശബ്ദങ്ങളുടെ പിന്നാലെ നീ ഓടരുത്. പ്രൈസ് ദി ലോർഡ്. അവസാനത്തിൽ നീ വലിയ കൺഫ്യൂഷനിലേക്ക് പോകുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ആർക്കും നിന്നെ വിടുവിക്കുവാൻ കഴിയാത്ത മേഖലകളിൽ നീ തളയ്ക്കപ്പെടുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂത് പറയുക. ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധി മുട്ടുമടക്കിയ, നിന്റെ കാതുകൾ ദൈവസന്നിധിയിലേക്കൊന്ന് ശ്രദ്ധിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്നോട് ഹൃദ്യമായിട്ട് വചനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ഇടപെടുക. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റുന്നു? നമ്മൾ ഈ ലോകത്തിന്റെ ശബ്ദത്തിന് പിന്നാലെ എല്ലാം ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കും, വിടുതൽ 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 എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. കെട്ടിവിടും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത കെട്ടുകളിലേക്ക് പെട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ വളരെ വ്യക്തമായി വിവേചിച്ച് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എവിടെയെങ്കിലും പോയി തലവെച്ച് കൊടുക്കുന്നുവെങ്കിൽ ആമേൻ വചനപ്രകാരമുള്ളതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വേണം നമ്മൾ കടന്നു പോകുവാൻ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ജ്യൂസറിനകത്ത് കുറച്ച് മുന്തിരിങ്ങ ഇട്ടു. ആ ജ്യൂസർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വരുന്ന മുന്തിരിങ്ങ ജ്യൂസാണ്. ഒരു ഉറവിൽ നിന്ന് ഒരേ സമയം രണ്ട് തരത്തിലുള്ള കാര്യം വെളിപ്പെടുവോ? സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ഒരു ഉറവിൽ നിന്ന് ലോകവും ഒരു ഉറവിൽ നിന്ന് ആത്മീയതയും ഒരുമിച്ച് വെളിപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ആമേൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തരുന്ന വിടുതലുകൾ മതി. ആ വിടുതലുകൾ മതിയാകും നിങ്ങളുടെ നിത്യതയിൽ എത്തുവാനെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവശബ്ദത്തിന് കാതു കൊടുക്കുക. അത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. മുട്ടുമടക്കിയാൽ മതി, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി.
ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തും. വളരെ വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. പ്രൈസല്ലോ. അതിൻ്റെ 28-ാമത്തെ വേദഭാഗം. പ്രൈസല്ലോ. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. പ്രൈസല്ലോ. മെലീത്ത ദ്വീപിലെത്തി. അവിടെ ഒരു അത്ഭുതം നടക്കുന്നു. അണലി കയ്യിൽ തൂങ്ങി, എന്നാൽ വിടുതലുണ്ടാകുന്നു. ആ ദ്വീപിലെ ഒരു പ്രമാണിയായി പുബ്ലിയോസിന്റെ പിതാവ് പനിയായി ഭാരപ്പെടുന്നു. പൗലോസ് എന്ത് ചെയ്യുകയാണ്? അവിടെ കടന്നു എന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തൽക്ഷണം സൗഖ്യമുണ്ടാകുകയാണ്. പൗലോസിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ച ദൈവമക്കളെ, പ്രൈസലോ, ഹല്ലേലൂയ. താൻ ഏത് പ്രതിസന്ധിയിലാണ് എന്നുള്ളതല്ല വിഷയം. പ്രൈസലോ. താൻ കടന്നു പോകുന്ന സാഹചര്യം എന്തൊക്കെയാണ് എന്നുള്ളതല്ല വിഷയം. ഹല്ലേലൂയ. മുന്നമേ സംഭവിച്ച എന്താണ്? ഒരു കപ്പൽ ഛേദം ഉണ്ടായി. ഹല്ലേലൂയ. അതിനു മുമ്പ് ഒരു അണലി കയ്യിൽ തൂങ്ങി. പ്രൈസലോ. പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളാ. പ്രൈസലോ, ഹല്ലേലൂയ. എന്നാൽ അപ്പോൾ തന്നെ ദൈവ സ്നേഹത്തിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുക, തൻ്റെ ഹൃദയം താതാത്മ്യപ്പെടുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥന നമുക്ക് വേണ്ടി മാത്രം ചുരുങ്ങിപ്പോകരുത്. പ്രൈസലോ. നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയം ഒരുപോലെ മറ്റൊരാളുടെ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് താല്പര്യത്തോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ഇടവരുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യരോടും ദയ കാണിക്കാത്തൊരു സമൂഹം, ആ സമൂഹം എന്ത് ചെയ്യുക? വളരെ സന്തോഷത്തോടെ യാത്ര അയക്കുക. പ്രൈസലോ. അതിന് കാരണം എന്താണ്? പൗലോസ് ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ച അധികാരത്തോടെ ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു എന്ന്, നിനക്ക് പനിയാണോ? പ്രൈസലോ. നിനക്ക് അതിസാരമാണോ? പ്രശ്നമില്ല. യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിങ്കിൽ നീ സൗഖ്യമാകുക എന്ന് കൽപ്പിച്ചപ്പോ അവിടെ ഒരു വിടുതൽ നടന്നു, അവിടെ ഒരു ദൈവപ്രവൃത്തി നടന്നു. ആ ജനം മുഴുവൻ കർത്താവിൽ വിശ്വസിക്കത്തക്ക നിലകളിൽ ഒരു ദൈവപ്രവൃത്തി അത് മാറുവാൻ ഇടവന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രൈസലോ, നമുക്ക് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. അത് നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസിലാകട്ടെ, നമ്മൾ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ ആകട്ടെ, നമ്മുടെ ദേശത്തിന്റെ നടുവിലാകട്ടെ, ആരെങ്കിലും നമ്മളോട് ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, അധികാരത്തോടെ പ്രാർത്ഥിക്ക്. നിങ്ങൾക്കറിയാവുന്നത് പോലെയൊക്കെ വാക്കുകൾ പറ. പ്രൈസലോ. പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസലോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഞാൻ വെച്ച കരത്തിന്റെ പ്രത്യേകതയൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ചില വാക്കുകളുടെ പ്രാസത്തിന്റെ പ്രത്യേകതയല്ല. പ്രൈസലോ. ആ മനുഷ്യനോട് ദൈവത്തിനൊരു കൃപ കാണിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കരം ഞാൻ അറിയാതെ വ്യക്തിയെ തൊടുകയാ. പ്രൈസലോ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. റീഖാവാന ശംദന രാജ സൗഡവന ഗദരജാന. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എന്നെ തന്നെ സമർപ്പിച്ച് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ച സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ നീണ്ടൊരു കരം വന്നില്ലേലും പ്രൈസലോ. എലിശയുടെ അടുക്കൽ നയമ വന്നിട്ട് പറഞ്ഞു, പ്രൈസലോ, ഞാൻ വിചാരിച്ചു നീ ഇങ്ങനെ കൈയൊക്കെ വീശി പ്രാർത്ഥിക്കുന്നു. പ്രൈസലോ. എലിശ പറഞ്ഞു, പോയി നിന്റെ കണ്ണ് കെടുക്കാൻ പറഞ്ഞു. പ്രൈസലോ. ശിലോഹം കുളത്തി. പ്രൈസലോ. പോയി എന്ത് ചെയ്തു? സൗഖ്യമുള്ളവനായിട്ട് വന്നു. പ്രൈസലോ. കൈയൊന്നും വീശി കാണിക്കേണ്ട ദൈവമക്കളെ. പ്രൈസലോ. തലയിലൊന്നും വന്ന് തൊടേണ്ട ആവശ്യമില്ല. പ്രൈസലോ. കാരണം എന്താണ്? ഒരുവൻ തന്നെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവന്റെ അകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. വെയിറ്റ് നോക്കി തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. അത് ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ആ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ സമസ്ത മേഖലകളിലും ആ വിടുതൽ വ്യാപരിക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വളരെ വേഗത്തിലൊന്ന് മുമ്പോട്ട് പോയാട്ടെ. 10-ാമത്തെ അധ്യായം, റോമാലേഖനം 10-ാമത്തെ അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യം ഞാൻ നിർത്താമേ. പ്രൈസലോ. റോമാലേഖനം 10:1. പ്രൈസലോ. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയത്തിന്റെ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ അവരെന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. പ്രൈസലോ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ നടുവില് പ്രൈസലോ, ആ പൗലോസിന്റെ മനസ്സ് ഒന്ന് ശ്രദ്ധിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. പൗലോസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ഒരു വ്യക്തിയും എന്ത് ചെയ്യരുത്? നഷ്ടപ്പെട്ടു പോകരുത്. അവരെന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. പ്രൈസലോ. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യുക? യാചിക്കുകയാ, പ്രാർത്ഥിക്കുകയാ. പ്രൈസലോ. ദൈവമക്കളെ, പരിശുദ്ധാത്മ പറഞ്ഞു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസലോ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്.
നിശ്ചയമായിട്ടും ആ വ്യക്തിയിൽ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. അതവൻ്റെ രക്ഷയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആ രക്ഷ ഉണ്ടാകണം. ഹല്ലേലൂയ. അല്ല, അവൻ്റെ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ അവൻ്റെ മനസ്സ് ഒന്ന് ബലപ്പെടണം, ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്യന്തികമായിട്ട് അവൻ ഇവിടെ കാണണം, നിത്യതയിൽ കാണുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പ്രസംഗിക്കുമ്പോഴും നമ്മൾ ആത്മീയ കാര്യങ്ങൾ എന്ത് ചെയ്താലും ഒരു കാര്യം മനസ്സിനകത്ത് വെച്ച് ചെയ്യണം. എന്ത് ചെയ്താലും അവസാനത്തിങ്കൽ ആ വ്യക്തി ഹല്ലേലൂയ നിത്യതയിലെത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു വ്യക്തിയെ അനുഗ്രഹിച്ച് അവനെ ഈ ലോകത്തിൽ വലിപ്പം വെപ്പിച്ച് ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ ഈ ലോകത്തിൽ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സമ്പന്നനും അനുഗ്രഹമുള്ളവനും ആക്കി ആമേൻ മാറ്റി അവസാനം അവൻ്റെ ആത്മാവ് നിത്യതയിൽ എത്തിയില്ലെങ്കിൽ എന്തു പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ആമേൻ, നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിനക്ക് തരാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തർക്കും ഓരോ അളവിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് കിട്ടിയ അളവിനനുസരിച്ച് നമ്മൾ അളന്ന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് തന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ജ്ഞാനം, അവൻ്റെ ഹല്ലേലൂയ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ആ സ്നേഹം, ഇതെല്ലാം നമുക്ക് തരുന്നത് എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. അളവില്ലാതെയാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം എന്താ? ആമേൻ. കർത്താവിൻ്റെ ജ്ഞാനത്തെ ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തെ ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ വചനത്തിനകത്ത് ഓർമ്മപ്പെടുത്തട്ടെ, അളവില്ലാത്തത് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് തരുന്നതിന് കാരണം എന്താ? അനന്തമായി അവൻ്റെ ജീവിതത്തിനകത്തുള്ളത് കൊണ്ട് ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഹൃദയത്തിനകത്തളങ്ങളിൽ അനുഭവിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആമേൻ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോഴും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോഴും ഒക്കെ ആമേൻ, നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് കർത്താവിൻ്റെ സ്നേഹത്തെ അനന്തമായിട്ട് മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തുവാൻ ഇടവരണമെന്ന് ദൈവത്തിൻ്റെ വചന ശക്തമായി ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ രക്ഷ ഉണ്ടാകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പൗലോസ് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഒരു വാക്യോടെ വായിച്ചു നിർത്താൻ 2 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം 7-ാമത്തെ വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വേദഭാഗം. ഹല്ലേലൂയ. നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല, ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് ആമേൻ അവിടെ കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കൊള്ളരുതാത്തവരായി തീർന്നാലും പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതും ചെയ്യുന്നതും ഞങ്ങളുടെ പേര് വലുതാക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും ദൈവജനമേ ആമേൻ, ദൈവജനത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ചെയ്യുന്നതും ഞങ്ങളുടെ പേര് ഉയർത്താൻ വേണ്ടിയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവസന്നിധിയിൽ അത് നീതിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ആമേൻ ദൈവസഭയെ ആമേൻ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ ആമേൻ കളങ്കമില്ലാതെ പ്രസന്റ് ചെയ്യുവാനാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് അറിയിക്കാൻ വേണ്ടി അല്ല. ഹല്ലേലൂയ. കർത്താവ് പഠിപ്പിച്ചത് അറയ്ക്കകത്ത് കയറി മുറി അടച്ചിട്ട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ആരും കണ്ടില്ലേലും കുഴപ്പമില്ല. ആമേൻ.
രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവുണ്ട്, രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവുണ്ട്. അവൻ നിശ്ചയമായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. എൻ്റെ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലോ ആമേൻ, നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാ? ആ പ്രാർത്ഥനയുടെ പിന്നിലെ മനോഭാവം എന്താ? ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, നമ്മൾ കൊള്ളരുതാത്തവരെന്ന് ലോകം പറഞ്ഞാലും ഹല്ലേലൂയ ആമേൻ, ഈ പ്രാർത്ഥന ആമേൻ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെടേണ്ടവര് അവര് ശുദ്ധീകരണത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പ്രസന്റ് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശബ്ദം ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് പുറത്ത് കേട്ടില്ലേ? നിങ്ങൾ മനസ്സിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ആമേൻ. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രമാകട്ടെ. ഹല്ലേലൂയ. പലവിധ സാഹചര്യങ്ങൾ നിമിത്തമായിട്ട് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാകാതെ ആമേൻ, നിങ്ങളുടെ മനസ്സിൽ ഹല്ലേലൂയ ആ സ്തുതിയും സ്തോത്രവും അർപ്പിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ആമേൻ, നിരാശയുടെ തലങ്ങളിൽ എവിടെയോ ആമേൻ നിങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു ആമേൻ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒന്ന് ഹൃദയങ്ങൾ ഏകാഗ്രമാക്കിയാട്ടെ. ഹല്ലേലൂയ. എല്ലാവരുടെ ഹൃദയങ്ങൾ ഏകാഗ്രമാക്കിയാട്ടെ. പരിശുദ്ധാത്മാവിന് ഹല്ലേലൂയ ഹൃദ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യുവാനുണ്ട്, പ്രവർത്തിക്കുവാനുണ്ട്. ആമേൻ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവസന്നിധിയിലേക്ക് മുട്ടുമടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുട്ടുമടക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അതൊരു ആമേൻ പ്രൈസ് ദി ലോർഡ് കേവലം ഒരു പോസ്റ്റർ എന്നുള്ളതിനപ്പുറത്ത് ഹല്ലേലൂയ മനസ്സ് ദൈവസന്നിധി താഴ്ത്തുക. ഹ്യൂമിലിറ്റി. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് ഹൃദയത്തെ ഒന്ന് താഴ്ത്തുക. ഹല്ലേലൂയ. മനസ്സിനൊന്ന് താഴ്ത്തുക. ഹല്ലേലൂയ. മനസ്സിനൊന്ന് താഴ്ത്തുക. കാൽവറി ക്രൂശിലേക്ക് ഒന്ന് നോക്കിയാട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ മഹിമ വിട്ടിട്ട് ഹല്ലേലൂയ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ അരുമനാഥനായ കർത്താവ് ഹല്ലേലൂയ ഉടുക്കുവാൻ ഒരു തുള്ളി അവൻ വസ്ത്രമില്ലാതെ ഹല്ലേലൂയ അവനെ ക്രൂശിതനായി മറ്റുള്ളവരുടെ മുമ്പിൽ ഹല്ലേലൂയ അപമാനിക്കപ്പെട്ട നിലയിൽ ഹല്ലേലൂയ അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട നിലയിൽ അവൻ മറ്റുള്ളവര് ഹല്ലേലൂയ അവൻ അവനെതിരെ ദോഷം സംസാരിക്കുമാർ ഹല്ലേലൂയ ആ ക്രൂശിൽ എൻ്റെ കർത്താവ് അവൻ സ്വർഗത്തിന്റെ മഹിമ വിട്ട് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തരുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്തളങ്ങളിൽ നിറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആമേൻ അധരങ്ങളിൽ ആമേൻ പ്രാർത്ഥന ഉയരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ മേശയിലേക്ക് ഞാൻ അടുത്തു വരുമ്പോൾ യോഗ്യമല്ലാത്തത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അതെൻ്റെ വാക്കിലാണോ ചിന്തയിലാണോ പ്രവൃത്തിയിലാണോ ആമേൻ യോഗ്യമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിന്തകളെ ശുദ്ധീകരിക്കണമേ, എൻ്റെ പ്രവൃത്തികളെ ശുദ്ധീകരിക്കണമേ, എൻ്റെ നടപ്പിനെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. ആ തങ്കച്ചോരിയാൽ എന്നെ ഒന്ന് കഴുകണമേ. ഹല്ലേലൂയ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച് ദൈവമക്കളെ ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. റീവാന ശഗവനഗദനജാര അംദുന രഗബനഗദനഗജാര ഷൗഡവനഗദനജാര എന്നെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവമക്കളെ. ശുദ്ധീകരണം കൂടാതെ ആരും മേശയിലേക്ക് അടുത്തു വരരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഇത് ആമേൻ വെറും ഒരു തീന്മേശയല്ല, മറിച്ച് ഇത് കർത്താവിൻ്റെ മേശയ. കർത്താവ് നമുക്ക് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുവാനും പ്രത്യാശ നിറയപ്പെട്ട് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാനും ഹല്ലേലൂയ നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാ. പ്രൈസ് ദി ലോർഡ്. ഇത് ലാഘവത്തോടെ എടുക്കേണ്ടതല്ല. ഹല്ലേലൂയ. ഇത് ലാഘവത്തോടെ എടുക്കേണ്ടതല്ല. ഹല്ലേലൂയ. ഇത് ശുദ്ധീകരണത്തോടെ കണ്ണുനീരോടെ അനുതാപത്തോടെ എടുക്കേണ്ട മേശയാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ.